ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് നരനായാട്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഗാസയിലെ ജനങ്ങൾ മുഴുവൻ പരിക്കേറ്റും മരിച്ചും അവരുടെ ജനജീവിതം ദുസ്സഹമാക്കി ഇരിക്കുകയാണ്. അതിന് കാരണം ഇസ്രായേൽ എന്നാണ് പല റിപ്പോർട്ടുകളും വരുന്നത്. അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അതില് കുറച്ചൊക്കെ യാഥാർത്ഥ്യം ഉണ്ട്. കാരണം ഗസ അധികൃതർ ഔദ്യോഗികമായിട്ട് പറയുന്ന റിപ്പോർട്ട് പ്രകാരം ഈ ഏറ്റവും ഒടുവിൽ നടക്കുന്ന സംഘർഷം ഉണ്ടല്ലോ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹമാസ് ഇസ്രയേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തി 2023 ഒക്ടോബറിൽ ആക്രമണം നടത്തി 2200 പേരെ കൊന്നു. അതിനുശേഷം ഏതാണ്ട് 200 പേരെ ബന്ദികളാക്കി പിടിച്ചു. അതിനുശേഷമാണ് ഇസ്രയേൽ പാലസ്തീൻ സംഘർഷം അതിരൂക്ഷമായത്. ഇസ്രയേൽ കണ്ടും പൂട്ടി അടി തുടങ്ങി അതിനുശേഷമാണ് ഒരു എന്താ പറയുക, വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടെടുക്കുക, ഒരു അനുതാപം ഇല്ലാത്ത നിലപാടെടുക്കാൻ തുടങ്ങി അതിന് ശേഷമാണ്. അപ്പോൾ അതിനുശേഷം ഉണ്ടായ മരണസംഖ്യ മാത്രം ഏതാണ്ട് 64,718 പേർ ഗസയിൽ അല്ലെങ്കിൽ പലസ്തീനിൽ മൊത്തത്തിൽ ഇസ്രയേലുമായിട്ടുള്ള സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഗസ അധികൃതർ അല്ലെങ്കിൽ ഗസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്ന കണക്ക്. അതിലേതാണ്ട് 1,63,859 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും വിവരമുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ, അതായത് ഇസ്രയേൽ സൈന്യത്തിൻ്റെ മുൻ മേധാവി ഹെർസി ഹലേവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു സ്വകാര്യ ചടങ്ങിൽ, അതായത് എൻ ഹാബ്സർ എന്ന് പറയുന്ന ഇസ്രയേലിലെ ഒരു സ്ഥലത്തിൽ അവിടുത്തെ നിവാസികളോട് സംസാരിക്കവേ അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തി. അതായത് ഈ സൈന്യത്തിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തവർ പഴയ യുദ്ധസാഹസിക കഥകളൊക്കെ പറയുമല്ലോ, അങ്ങനെ കുറച്ച് തള്ളിയതാണോ അതോ ഇനി കാര്യമായിട്ട് പറഞ്ഞതാണോ എന്നുള്ളത് ഇനി അദ്ദേഹം തന്നെ വെളിപ്പെടുത്തണം. ഏതായാലും അദ്ദേഹം പറഞ്ഞതിൽ ഗുരുതരമായ പ്രശ്നമാണുള്ളത്. ഇപ്പോൾ നമ്മൾ ഗസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടുന്ന കണക്ക് പ്രകാരം 65,000-ൽ താഴെയാണ് അവിടെ മരണസംഖ്യ. പക്ഷേ ഇദ്ദേഹം പറയുന്നു അവിടെ 2 ലക്ഷത്തിന് മേൽ പേർ പലസ്തീൻകാരെ ഇസ്രായേൽ സേന വകവരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിൽ. മാത്രമല്ല ലക്ഷക്കണക്കിന് പേർ അവിടുന്ന് പലായനം ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളതും അദ്ദേഹം പറയുന്നു. ഏതാണ്ട് ഗസ അധികൃതർ പറയുന്ന കണക്ക് പ്രകാരം ഗസയിലെ പലസ്തീൻകാരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 22 ലക്ഷത്തിനടുത്താണ്. അതിൽ 10% പേർക്ക് ഈ യുദ്ധത്തിൽ ഒന്നെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ പരിക്കേറ്റിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഗസ അധികൃതരുടെ കണക്ക്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ വെച്ച് നോക്കുമ്പോൾ അതല്ല, അതിനപ്പുറവും കാര്യങ്ങൾ കടന്നുപോയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹം ഒരു പ്രയോഗം കൂടി നടത്തിയിട്ടാണത് പറയുന്നത്. ഞങ്ങൾ ഈ കയ്യുറ മാറ്റിവെച്ചു. അതായത് ഈ സൈനികർ ഈ പരേഡ് നടത്തുമ്പോൾ കയ്യിൽ കയ്യുറ ധരിക്കുമല്ലോ, ആ സമയത്ത് സൈനികർ വളരെ മാന്യമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ സൗമ്യമായ രീതിയിൽ പെരുമാറുന്നു എന്നുള്ളതാണ് ആ സമയത്തെ അവരുടെ ഒരു ഭാവം സൂചിപ്പിക്കുന്നത്. എന്നാൽ അത് മാറ്റി കയ്യിലെ കയ്യുറയൊക്കെ മാറ്റി ആയുധം കയ്യിലെടുക്കുമ്പോൾ അവരുടെ രൂപവും ഭാവവും ഒക്കെ മാറും. അപ്പോൾ അത്തരത്തിൽ ആ ഒരു പ്രയോഗത്തിലൂടെയാണ് ഇദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ കയ്യുറ മാറ്റി ആയുധം വെച്ച് ശരിക്കങ്ങ് പണിഞ്ഞു എന്നുള്ളത്. അതായത് യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ തന്നെ സകല ശക്തിയും എടുത്താണ് ഇസ്രായേൽ സേന. അതിൽ യാതൊരുവിധ മനുഷ്യത്വപരമായ യാതൊരു നിലപാടും എടുത്തില്ല. നിലവിലെ അന്താരാഷ്ട്ര നിയമങ്ങൾ, യുദ്ധം സംബന്ധിച്ചുള്ള സാമാന്യ മര്യാദകൾ അല്ലെങ്കിൽ മനുഷ്യത്വം, ഇതൊന്നും നോക്കാതെ പരമാവധി ആഘാതം പലസ്തീനിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം പ്രവർത്തിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ പശ്ചാത്താപമുണ്ട്. ഇത്തരത്തിൽ സകല രീതിയിലും സകല ശക്തിയിലും നേരത്തെ തന്നെ ആക്രമണം നടത്തണമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ 2023 മറ്റേ ഹമാസിൻ്റെ അതിക്രമം തടയാൻ പറ്റിയേനെ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വെളിപ്പെടുത്തൽ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതായത് മനുഷ്യാവകാശ പ്രവർത്തകരടക്കം ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ ഏറ്റെടുത്തുകൊണ്ട് ഇസ്രയേൽ ഹമാസിനെതിരെ നടത്തുന്ന പോരാട്ടം എന്ന പേരിൽ ഗസയിൽ നടത്തുന്ന വലിയ ഭീകരമായ നരനായാട്ടാണ് എന്ന തരത്തിൽ ഇത് ചിത്രീകരിക്കപ്പെടുന്നു. ഇപ്പൊ ഹേഗിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രയേലിനെ കുറ്റക്കാരാക്കി ഒരു കേസ് നടക്കുന്നുണ്ട് ഈ പലസ്തീൻ വിഷയത്തിൽ. അപ്പൊ അതില് ഇയാളുടെ വെളിപ്പെടുത്തൽ തെളിവായിട്ട് സ്വീകരിക്കണം, ഇസ്രയേലിനെതിരെ യുദ്ധക്കുറ്റം ചുമത്തി വലിയ രീതിയിലുള്ള നിയമ നടപടികൾ എടുക്കണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന വാദഗതി. നമുക്കറിയാം ഏതാണ്ട് 60 കാലയളവിലാണ് ഈ ഇസ്രയേൽ പലസ്തീൻ സംഘർഷം തുടക്കമാകുന്നത്. കാരണം ഈ ജൂതർ അവരെല്ലാവരും വന്ന് അധിവസിച്ച ഈ മേഖല ഒരു ജൂതരാഷ്ട്രമായി മാറണമെന്നും ബാക്കിയുള്ളത്
പലസ്തീൻ ആയിട്ട് മാറണമെന്നുള്ളതായിരുന്നു ആദ്യ സങ്കല്പം. അപ്പോൾ അന്താരാഷ്ട്ര സംവിധാനങ്ങൾ, അന്താരാഷ്ട്ര ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഈ ലെബനോൺ നദി അതാണ് ഈ അതിർത്തി രേഖയായിട്ട് നിശ്ചയിച്ചത്. അതിന്റെ ഒരു കരയിലുള്ളവർ ഇസ്രയേലെന്നും മറുകരയിലുള്ളത് പലസ്തീനും, ഇങ്ങനെ രണ്ടും രണ്ട് രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ ഇതിലൊരു നിലപാടെടുത്തത്. അപ്പൊ ഇസ്രയേൽ അവരുടെ ആ രാജ്യത്തെ അംഗീകരിച്ചുകൊണ്ട് നിന്നു. പക്ഷേ പലസ്തീൻ അത് ഒട്ടും അംഗീകരിച്ചില്ല. ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യവും അത് പലസ്തീൻ അവകാശപ്പെട്ടതാണ് എന്ന രീതിയിൽ അവർ നിലപാടെടുത്തു. ഈ പലസ്തീനെ അനുകൂലിച്ച് പല അറബ് രാജ്യങ്ങളും രംഗത്ത് വന്നു. അവരെല്ലാവരും കൂടി ചേർന്ന് ഇസ്രയേലിനെ ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ പലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിന് തുടക്കമാകുന്നത്. ഈ സമയത്ത് ഈ പലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ അറബ് രാഷ്ട്രങ്ങളെ അനുകൂലിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയൻ രംഗത്ത് വന്നു. ഇസ്രയേലിനെ അനുകൂലിച്ച് അമേരിക്കയും രംഗത്ത് വന്നു. അങ്ങനെ ആ യുദ്ധം അന്ന് മുതൽ ശക്തിപ്പെട്ടു. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഏതാണ്ട് ഈ പറയുന്ന 2023 വരെ ബലപ്രയോഗം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ശക്തി പ്രകടനം എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയത്. പക്ഷേ അതിനുശേഷമുള്ള സംഭവ വികാസങ്ങളൊക്കെ ഏകപക്ഷീയമായി ആകാൻ കാരണം ഹമാസിന്റെ ഇടപെടലാണ്. ആദ്യകാലത്ത് ഹമാസ് നിലകൊണ്ടത് ഈ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന ഒരാശയം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് ആ ഒരു ആശയ സമരം എന്നത് മാറി ഭീകര ആശയമായിട്ടത് മാറി, ഭീകര സംഘടനയായിട്ടത് മാറി. ഇസ്രയേലികളെ അല്ലെങ്കിൽ ജൂതരെ തെരഞ്ഞുപിടിച്ച് കൊല്ലുക എന്നുള്ളൊരു നയം നടപ്പിലാക്കുന്ന ഒരു ഭീകര സംഘടനയായിട്ടത് മാറി. അന്നത്തോടുകൂടി ഇസ്രയേൽ സേന സകല ശക്തിയും എടുത്തവരെ പ്രതിരോധിക്കാൻ തുടങ്ങി. പിന്നെ ഹമാസ് നേരത്തെ പറഞ്ഞതുപോലെ 2023 ഒക്ടോബറിൽ ഇസ്രയേലിലേക്ക് കടന്നു കയറി അവിടെ കൂട്ടക്കൊല നടത്തിയത് ഇസ്രയേലിനെ അല്ലെങ്കിൽ ഇസ്രയേൽ ഭരണകൂടത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു നിലപാട് വന്നു. അന്നു മുതൽ ആണ് ഈ വലിയ രീതിയിലുള്ള രക്തച്ചൊരിച്ചിൽ അവിടെ തുടങ്ങിയത്. ഇപ്പോൾ ഔദ്യോഗികമായിട്ട് വരുന്ന കണക്കാണല്ലോ ഈ 64,718 മരണം എന്ന് പറയുന്ന ഔദ്യോഗിക കണക്ക്. ഈ മുൻ സൈനിക മേധാവി 2 ലക്ഷത്തോളം പേർ മരിച്ചിട്ടുണ്ടാകുമെന്നും പറയുന്നു. പക്ഷേ അവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ പറയുന്നത് ആയിരക്കണക്കിന് പേർ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന് അതിൽ തന്നെ സംസ്കരിക്കപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് വാസ്തവമാകാനാണ് സാധ്യത. കാര്യം ഈ ഗസ പഴയ ചിത്രങ്ങൾ കൈവശമുള്ളവർ പരിശോധിച്ചാൽ മനസ്സിലാവും. പഴയ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളൊന്നും ഇന്നത്തെ ഗസയിലില്ല. പല കെട്ടിടങ്ങളും എല്ലാം എന്താ പറയുക, ഒരു മാലിന്യ കൂമ്പാർ അല്ലെങ്കിൽ കെട്ടിട അവശിഷ്ടങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. മുൻപ് ഈ സന്നദ്ധ പ്രവർത്തകർ അടക്കമുള്ളെങ്കിൽ ആശുപത്രികൾ അടക്കമുള്ളവരൊക്കെ ഈ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു, അതൊന്നും ആക്രമിക്കപ്പെട്ടിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രയേൽ സകല ശക്തിയും എടുത്ത് തിരിച്ചടിക്കുന്നത് കൊണ്ട് അവർ അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. ഹമാസിന്റെ ഭീകരവാദികൾ എവിടെയൊക്കെയാണോ ഒളിച്ചിരിക്കുന്നത് അവിടെയെല്ലാം ഇസ്രായേൽ സേന ആക്രമണം നടത്തും. അവിടെയൊക്കെ അത്തരം കെട്ടിടങ്ങളടക്കം തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വലിയൊരു എതിർപ്പ് ഇപ്പോൾ ഇസ്രയേലിനുണ്ട്. കാര്യം ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥൻ തന്നെ വെളിപ്പെടുത്തിയല്ലോ സകല ശക്തിയും എടുത്തുള്ള ആക്രമണം നടത്തുന്നു എന്നുള്ളത്. അപ്പോൾ അന്താരാഷ്ട്ര സമൂഹം വലിയ രീതിയിൽ ഇസ്രയേലിനെ എതിർക്കുന്നു. ഫലസ്തീൻ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കപ്പെടണം. ഫലസ്തീനെ അംഗീകരിച്ചുകൊണ്ടാണെങ്കിലും അത് പരിഹരിക്കപ്പെടണമെന്ന നിലയിൽ വലിയ സമ്മർദ്ദം ഇസ്രയേലിന്റെ പേരിൽ വരുന്നു. പക്ഷേ ഏത് രീതിയിൽ ഇസ്രയേൽ ഇനി മുൻപോട്ട് പോകും എന്നറിയില്ല. അവർ ഇനിയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്നുള്ളത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഏതായാലും ഈ മുൻ സൈനിക ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ തീവ്രത എത്രത്തോളമാണെന്ന് പുറം ലോകത്തെ അറിയിക്കുന്നുണ്ട്.